ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ സെക്കൻഡ് യൂണിറ്റ് പരിശ്രം. പിക്ചറിൽ ആരെയാണ് കാണിച്ചിരിക്കുന്നത്? മഹാത്മാഗാന്ധി. താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹെ ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹെ ഓർ കടി മെഹനത് കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകൾ സഫലത എന്ന് വെച്ചാൽ എന്താണ്? വിജയം. കുച്ച് ലോഗ് സഫലതാക്കെ കേവൽ സപ്നെ ദേഖ്തേ ഹെ. ചില ആളുകൾ വിജയത്തിനെ വെറുതെ വിജയിച്ചതായി സ്വപ്നം കാണുന്നതേ ഉള്ളൂ. ജബ്കി അന്യ വ്യക്തി എന്നാൽ മറ്റൊരാൾ ജാഗ്തേ ഹെ ഓർ കടി മെഹനത് കർത്തേ ഹെ ഉണർന്നിരുന്ന് കഠിനമായി പരിശ്രമിക്കുന്നു. വെറും സ്വപ്നം മാത്രം, വിജയത്തിനായി വെറും സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, കഠിന പ്രയത്നവും വേണം. ഇതാരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. നെക്സ്റ്റ് പേജ്. കഹാനി. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ഗാന്ധിജിക്ക് നമക് കഥ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ. ഈ കഹാനി എഴുതിയിരിക്കുന്നത് ഉദയൻ വാജ്പേയി. കഹാനി. एक राजा के 3 बेटियां थी. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में അതായത് ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 3 बेटियां थी. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में ഈ കഥയിലെ കാര്യമാണ് പറയുന്നത്. ഈ കഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രാജാവിന് 3 പെൺമക്കൾ എന്നതിന് പകരം 4 പെൺമക്കളെന്നും നിങ്ങൾക്ക് ആക്കാം. രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉനെ കിത്തനാ പ്യാർ കർത്തി ഹെ. രാജാവ് അവരോട് ചോദിച്ചു അവർ രാജാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. പെഹ്ലീനെ കഹ, ആദ്യത്തെ ആൾ പറഞ്ഞു, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. അപ്പോൾ മൂത്താൾ എന്താണ് പറഞ്ഞത്? ഞാൻ അങ്ങയെ അല്ലേ എങ്ങനെയാണ് എത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജിത്തന ബടാ സൂരജ് ഹെ, സൂര്യൻ എത്ര വലുതാണോ സൂര്യൻ അത്രത്തോളം സ്നേഹിക്കുന്നു. ഫിർ രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. അപ്പോൾ രാജാവ് സന്തോഷം കൊണ്ട് തലയാട്ടി. ദൂസരീനെ കഹ, രണ്ടാമത്തവൾ പറഞ്ഞു, मैं तुम्हें उतना चाहती हूँ जितने चांद सितारे ആസ്മാൻ മേ ഹെ. അപ്പോൾ രണ്ടാമത്തവൾ പറഞ്ഞു, ആകാശത്തിൽ എത്രത്തോളം ചാന്ത് എന്ന് പറഞ്ഞാൽ മൂണ് അല്ലെങ്കിൽ സ്റ്റാർസ് ഉണ്ടോ, സിത്താര എന്ന് പറഞ്ഞാൽ സ്റ്റാറുകളുണ്ടോ, അത്രത്തോളം എത്രയധികമുണ്ടോ അത്രത്തോളം അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ മകൾ പറഞ്ഞു, രാജാനെ ഖുഷി സെ സിർ ഹിലായ ഓർ തീസരി ബേട്ടി കി തര ദേഖ. രാജാവ് സന്തോഷം കൊണ്ട് തലയാട്ടി. എന്നിട്ട് മൂന്നാമത്തെ മകളോട് ചോദിച്ചു, തരഫ് ദേഖ, മൂന്നാമത്തെ മകളെ നോക്കി. തീസരി ചുപ് ഖടി തീ, മൂന്നാമത്തവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വോ ബോലി, അവൾ പറഞ്ഞു, मैं तुम्हें खाने में नमक जितना प्यार करती हूँ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ ഫുഡിൽ ഉപ്പ് എത്രയാണോ അത്രയും സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി ഹെ എന്ന് പറഞ്ഞാൽ കഥ എങ്ങനെ നീണ്ടുപോകും. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ദ് നഹി ആത്ത. ആദ്യം രാജാവിന് ഈ ആൻസർ, അവസാനത്തെ മൂന്നാമത്തെ പെൺകുട്ടി പറഞ്ഞ ആൻസർ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. പക്ഷേ രാജാവ് കഥയുടെ അവസാനം നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഫുഡിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ എത്ര വലുതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മഹത്വം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മഹത്വം. तब अपनी छोटी बेटी के प्यार की गहराई को समझता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ഇളയ കുട്ടിയുടെ സ്നേഹത്തിൻ്റെ ആഴം അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു. तुम ध्यान से पढ़ो तो पाओगे कि यह कहानी
ना तो राजा की है ना उसकी पसंद की. നമ്മളിത് ശ്രദ്ധിച്ച് പഠിച്ചാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സ്റ്റോറി, ഈ ഒരു കഥ രാജാവിൻ്റെ ഇഷ്ടത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ രാജാവിൻ്റെ മക്കളെക്കുറിച്ചോ അല്ല, പെൺമക്കളെക്കുറിച്ചോ അല്ല ഈ ഒരു കഥ പറയുന്നത്. ന ഉൻകെ കെഹനെ കെ ബാരേമേം, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെക്കുറിച്ചോ അല്ല. യ നമക് കി കഹാനി ഹെ, ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധി ने भी एक नमक की कहानी लिखी थी. മഹാത്മാഗാന്ധിയും ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. വഹ് കഹാനി ഉനോനെ ബോൾക്കർ നെഹി ലിഖി, വഹ് കഹാനി ഉനോനെ ചൽക്കർ ലിഖി തി. അതായത് മഹാത്മാഗാന്ധി ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ കഥ പറഞ്ഞു കൊടുത്ത് എഴുതിയതല്ല, പക്ഷേ അദ്ദേഹം കഥ നടന്നുകൊണ്ടാണ് എഴുതിയത്. വ കഹാനി ഉനോനെ ചൽക്കർ ലിഖി, ചൽക്കർ മീൻസ് നടന്നുകൊണ്ട്. വ കഹാനി ഉനോനെ സേക്കടോ മീൽ ചൽക്കർ ലിഖി തി. സേക്കടോ മീൽ മീൻസ് 100 കണക്കിന് മൈൽ. സേക്കടോ എന്ന് പറഞ്ഞാൽ 100, सैकड़ों मील, मील से माइल, सैकड़ों मील चलकर लिखी थी. वह उनके साथ चल रहे देश भर के लोगों ने लिखी थी. ഈ കഥ എഴുതിയത് ആരാണ്? അദ്ദേഹത്തിൻ്റെ കൂടെ ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നുപോയ ദേശങ്ങളിലുള്ള എല്ലാവരുമാണ് ഈ കഥ എഴുതിയത്. വെ സബ് ഹമാരെ ദേശ് മേം अंग्रेज़ों द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेज़ों के चंगुल से छुड़ाना चाहते थे, जिन्होंने भारत देश को नई तरह से चलाने का सपना आँखों में लिया था. അതായത് വേ ലോഗ് മീൻസ് ആ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ രാജ്യത്തിൽ നടത്തിയിരുന്ന അനിയന്ത്രിതമായ ലൂട്ട്, കൊള്ളയിൽ വ്യാകുലപ്പെട്ടവരും, പിന്നെന്താണ്, ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോ കെ ചുങ്കൽ സേ ചുടാന ചാത്തേ തേ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇംഗ്ലീഷുകാരുടെ പിടിയിൽ നിന്നും, ചുങ്കൽ മീൻസ് പിടിയിൽ നിന്നും മുക്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ, ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ സേ ചലാനെ കാ സപ്ന ആँखों में लिया था. പിന്നെന്താണ്, ഭാരത രാജ്യത്തെ പുതിയ രീതിയിൽ, അതായത് പുതിയ ഇന്ത്യയായിട്ട് നയിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന ജനങ്ങൾ, അവയാണ് ഈ വേ ലോഗ് എന്ന് പറയുന്നത്. അവരാണ് ഈ മഹാത്മാഗാന്ധിയുടെ കഥ എഴുതിയത്. മഹാത്മാഗാന്ധിക്ക് നമക് കഥ എഴുതിയ ജനങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഉൻ ദിനോം अंग्रेज़ों ने भारत में नमक पर टैक्स लगा रखा था എന്ന് പറഞ്ഞാൽ ഉന്തിനോ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ സമയങ്ങളിൽ അംഗ്രേസോനെ ബ്രിട്ടീഷുകാർ ഭാരത് മേം നമക് പർ, ഭാരത് എന്ന് പറഞ്ഞാൽ ഭാരതം, ഇന്ത്യയിൽ, നമക് പർ നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പിന്മേൽ ടാക്സ് ലഗാ രഖാ ഥാ. ടാക്സ് മീൻസ് നികുതി. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ ഉപ്പിന്മേൽ നികുതി ചുമത്തിയിരുന്നു. ഇസ്സേ നമക് ബഹുത് മെഹങ്ക ഹോ ഗയാ ഥാ. ഇതിനാൽ നമക് ബഹുത് മെഹങ്ക ഹോ ഗയാ ഥാ വെച്ചാൽ ഉപ്പിൻ്റെ വില വളരെയധികം കൂടിയിരുന്നു. അംഗ്രേസോനെ ഭാരത് കെ ലോഗോं को खुद നമക് ബനാനെ സേ റോക്ക് രഖാ ഥാ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളോട് ജനങ്ങൾക്ക് ഉപ്പുണ്ടാക്കാനുള്ള അധികാരം അവർ തടഞ്ഞു വെച്ചിരുന്നു. രോക്ക് രഖാത്ത, തടഞ്ഞു വെച്ചിരുന്നു. നിർത്തിവെച്ചിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സേ നമക് ബനാത്ത ഉസേ സസ ഹോ സക്തി ഥി. അഗർ കോയി, ഇനി ആരെങ്കിലും അവരുടെ സമുദ്രത്തിൽ നിന്ന് ഉപ്പാറ്റം ഉണ്ടാക്കിയാൽ അവർക്ക് സസ ഹോ സക്തി ഥി, അവർക്ക് എന്തായിരുന്നാലും സസ എന്ന് വെച്ചാൽ ശിക്ഷ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു.
गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് സാലോ പേരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്നെ കുച്ച് സാത്തിയോ കെ സാത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുമായിട്ട് സാത്തിയോ കെ സാത്ത് അഹമ്മദാബാദ് സെ പേദൽ ദാണ്ടി നാം കെ അതായത് അഹമ്മദാബാദ് വരെ നടന്നുകൊണ്ട് പേദൽ എന്ന് വെച്ചാൽ നടന്ന് എവിടെ പോയി ദാണ്ടി നാം കെ സമുദ്ര കിനാരേക്ക് ഗാവ് ചൽപ്പടെ. ദാണ്ടി എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ കിനാരെ അരികത്തുള്ള സമുദ്രക്കരയിലുള്ള ദാണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോയി. ആര്? മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അനുയായികളുമായിട്ട്. വേ വഹാ ജാക്കർ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്കർ അംഗ്രേസോ കാ കാല കാനൂൻ തോടന ചാത്തേ തേ. അവരെല്ലാവരും കൂടെ എന്തിനാണ് പോയത്? അവരവിടെ സ്വയം പോയി ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ലോ, അതായത് അവർ തടഞ്ഞു വെച്ചിരുന്നില്ലേ ഭാരതീയർക്ക് ഉപ്പുണ്ടാക്കാൻ സാധിക്കില്ല എന്ന്, ആ ഒരു അവരുടെ കാനൂൻ കറുത്ത അവരുടെ നിയമങ്ങൾ തോടന ആ നിയമം തെറ്റിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. ഗാന്ധിജി 3 ഹഫ്തോ സെ ഭി അധിക് പേദൽ ചലത്തെ രഹേ. ഗാന്ധിജി മൂന്നാഴ്ചകൾ കൂടുതൽ അദ്ദേഹം നടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആകർ ജുഡ്തേ ഗയേ. അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ ചില സാത്തിയൊക്കെ ചില ആൾക്കാരുമായിട്ട് നടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പല ജനങ്ങൾ ആക്കർ വന്ന് അദ്ദേഹവുമായിട്ട് ജോയിനായി. ജുഡ്തേ ഗയേ അദ്ദേഹവുമായിട്ട് ചേർന്നു. അങ്ങനെ ഒരു വലിയ ജാഥയായി. इस तरह जब वे दांडी पहुँचे उनके साथ हज़ारों लोग थे. ഇങ്ങനെ പോയി ദാണ്ടി വരെ എത്തിയില്ലേ. ദാണ്ടി എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ചില ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. ദാണ്ടി എത്തിയപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ജോയിനായി ഓരോ സ്ഥലത്തു നിന്ന് ജോയിനായി അവസാനം ദാണ്ടി എത്തിയപ്പോഴോ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ജോ സമുദ്ര കെ പാനി മേം ഖുലെ नमक को बाहर लाकर अंग्रेज़ों का कानून तोड़ना चाहते थे. അവരെല്ലാവരും എന്തിനാണ് അവിടെ എത്തിയത്? സമുദ്രക്കെ പാനിമേം ഖുലെ നമക്, അതായത് സമുദ്രത്തിൽ അലിഞ്ഞിരിക്കുന്ന ഉപ്പിനെ ബാഹർ ലാക്കർ പുറത്തു കൊണ്ടുവന്ന് അംഗ്രേസോ കാ കാനൂൻ തോടന ചാത്തേ തേ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം ലംഘിക്കാൻ അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇസ്സെ ഭാരത് പർ അംഗ്രേസോ കി പക്കഡ് ഠീലി പടുത്തി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ അംഗ്രേസോ കി പക്കഡ് ഠീലി പടുത്തി മീൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് അവരുടെ നിയമം ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷുകാരുടെ ആ ഒരു പിടുത്തം, ഭാരതത്തിലുള്ള അവരുടെ ആ ഒരു ക്ലച്ചസ്, അവരുടെ ഒരു ഭാരതത്തിന്മേലുള്ള ആ ഒരു പിടുത്തം അതൊന്ന് ലൂസാകും, അയയും. ഇസേ ഭാരത് പർ അംഗ്രേസോ കി പക്കഡ് ഠീലി പടുത്തി. ഇംഗ്ലീഷുകാരുടെ ആ ഒരു പിടി ഠീലി വെച്ച് ലൂസാവും, അയയും. रास्ते में कई गांव पड़े. गांधी जी और उनके साथी जहाँ भी रुकते गांव वाले उन्हें पूरे मन से खाना खिलाते. വഴിയിൽ കൈ ഗാവ് പടേ, അതായത് രാസ്തേ മീൻസ് വഴിയിൽ, രാസ്തേ മേ കൈ ഗാവ് പടേ, വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ജഹാബി രുക്തെ, എവിടെ അവരെവിടെ നിന്നിരുന്നാലും മീൻസ് വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി നടന്നല്ലേ പോകുന്നത്. 3 ആഴ്ചയിൽ കൂടുതലായി ഗാന്ധിജി അനുയായികൾ നടന്നു പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ വഴിയിൽ ഏതൊക്കെ ഗ്രാമങ്ങളുണ്ടോ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് ഇരുന്നിരുന്നാലും ഗാവാലെ ഉനെ പൂരെ മനസ്സേ ഖാനാക്കില്ലാത്തെ, പൂർണ്ണ മനസ്സോടുകൂടി ഗ്രാമവാസികൾ അവർക്ക് ഫുഡ് കൊടുത്തിരുന്നു. വേ സബി ലോഗ് രാത്
किसी गांव में काटते और सुबह फिर चल पड़ते थे. അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഗ്രാമങ്ങളിൽ തങ്ങി രാവിലെ അവർ യാത്രയാകുമായിരുന്നു. दांडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार देखा. ദാണ്ഡി എത്തിയപ്പോൾ തന്നെ, ദാണ്ഡി മീൻസ് ഏതാണ് ആ ഒരു ഗ്രാമം, അഹമ്മദാബാദിലുള്ള സമുദ്രക്ക് കിനാരെ, കരയിലുള്ള ആ ഒരു ദാണ്ഡി ഗ്രാമത്തിൽ അവരെല്ലാം എത്തിയപ്പോൾ തന്നെ സമുദ്രക്ക ആസ്മാൻ തക് ഫേല വിസ്താർ ദേഖ, സമുദ്രം ആകാശം വരെ നീണ്ടു നിന്നിരുന്ന ആ ഒരു ആകാശം വരെ നീണ്ടു നിന്നിരുന്ന ആ സമുദ്രത്തിൻ്റെ ആ വിസ്താരം അവർ കണ്ടു. ലഹരേ ദേഖി, ലഹരേ എന്ന് പറഞ്ഞാൽ വേവ്സ്, ഓളങ്ങൾ കണ്ടു, തിരമാലകൾ കണ്ടു. ലഹരോ മേം ചമക്ത സൂരജ് ദിഖ, ലഹരോ മേ ചമക്ത സൂരജ് ദിഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹരോം എന്ന് പറഞ്ഞാൽ തിരമാലകൾ. ലഹരോമേം ചമക്ത, തിരമാലകളിൽ തിളങ്ങുന്ന, ചമക്ത എന്നാൽ തിളങ്ങുന്ന, സൂരജ് ദിഖ, സൂര്യനെ കണ്ടു, തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. കിനാരെ കെ ഗഡ്ഡോ മേം നമക് സെ ഗാഢാ ഹുവാ പാനി ഓർ അപ്നെ ആപ് ബന നമക് ദിഖ എന്ന് പറഞ്ഞാൽ കിനാരയ്ക്ക് ഗഡ്ഡോമേം, കിനാര എന്ന് പറഞ്ഞാൽ അറിയാലോ, കിനാര എന്ന് പറഞ്ഞാൽ കര. കിനാരയ്ക്ക് ഗഡ്ഡോമേം, ഗഡ്ഡ എന്ന് വെച്ചാൽ കുഴി. കിനാരയ്ക്ക് ഗഡ്ഡോമേം നമക് സെ ഗാഢാ ഹുവാ പാനി, അതായത് കടൽക്കരയിലെ കുഴികളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ കട്ടിയുള്ള ഉപ്പ് വെള്ളം. പിന്നെന്താണ്? ഓർ അപ്നെ ആപ് ബന നമക് ദിഖ, അപ്നെ ആപ് ബന എന്ന് വെച്ചാൽ സ്വയം രൂപാന്തരപ്പെട്ട, സ്വയം ഉണ്ടായ ഉപ്പിനെ കണ്ടോ. എങ്ങനെയാണ് ഉണ്ടായത്? ആ വേവ്സ്, ആ കട്ടിയുള്ള ഉപ്പ് വെള്ളം അതിൽ വന്ന് സൂര്യതാപം കൊണ്ട് ഉണങ്ങി അല്ലേ, അത് അവിടെ ഉപ്പാകുന്നു. അതാണ് അപ്നെ ആപ് നമക്, ആരും ഉണ്ടാക്കിയതല്ല, അപ്നെ ആപ് ബന നമക് ഥ. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. അവരെല്ലാവരെയും ഗാന്ധിജി ഇവിടെ കൊണ്ടുവന്ന് എന്താണ്, ഈ ഗാവിൽ കൊണ്ടുവന്ന് എന്താണ് സാധിച്ചത്? ഈ പൂരേ ദേശ് ഈ നമ്മുടെ ഇന്ത്യ മൊത്തം ഇംഗ്ലീഷുകാരുടെ പിടിയിൽ നിന്നും മുക്തരാകാനുള്ള ആ ഒരു വഴി അദ്ദേഹം കാണിച്ചു കൊടുത്തു. हमारे दोस्त और कहानीकार आनंद मूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आज़ाद होने का रास्ता खोल दिया. എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തായ ഈ കഥാകാരൻ ആനന്ദമൂർത്തി പറഞ്ഞത്, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കൈകൾ മുട്ടി ഭർ എന്ന് വെച്ചാൽ കൈകൾ നിറച്ച് ഉപ്പെടുത്തപ്പോൾ ഈ ലോകത്തിന്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇംഗ്ലീഷുകാരിൽ നിന്നും ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ആ ഒരു വഴിയാണ് തുറന്നു കൊടുത്തത്. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. 17 വർഷങ്ങൾക്ക് ശേഷം രാജ്യം യഥാർത്ഥമായിട്ട് ശരിക്കും ഈ ഒരു ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ, ആ വഴികളിലൂടെ പോയി അദ്ദേഹം കാണിച്ചു കൊടുത്ത, ഗാന്ധിജി തുറന്നു കൊടുത്ത ആ വഴികളിലൂടെ സഞ്ചരിച്ച് ആസാദ് ഹോ ഗയ, സ്വാതന്ത്ര്യം ലഭിച്ചു 17 വർഷങ്ങൾക്ക് ശേഷം. ഇസ് കഹാനി മേ ഓർ ബി കഹി ഭീത്രി ഘുമാവ് ഹെ എന്ന് പറഞ്ഞാൽ ഈ കഥയിൽ, ഇസ് കഹാനി മേ ഈ കഥയിൽ, ഓർ ബി കഹി ഇനിയും ഒരുപാട് ഭീത്രി ഗുമാവേ എന്ന് വെച്ചാൽ എന്താണ്, ആന്തരികമായ വഴിത്തിരിവുകളുണ്ട്. തും വ സബ് ഖുദ് ഖോജോ, നിങ്ങൾ അതെല്ലാം സ്വയം കണ്ടെത്തൂ. ഖുദ് യഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോं से अंग्रेज़ों के चुंगल से छूटे थे. സ്വയം നമ്മൾ കണ്ടെത്തണം, നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു പിടിയിൽ നിന്നും, ചുങ്കർ എന്ന് വെച്ചാൽ പിടിയിൽ, ആ ഒരു കരങ്ങളിൽ അവരുടെ ആ ഒരു മുഷ്ടിയിൽ നിന്ന്, അവരുടെ ആ ഒരു ക്ലച്ചസ്, അവരുടെ ആ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ സ്വയം ഖോജോ, കണ്ടെത്തൂ. ഓക്കെ ബച്ചോ, കേസ ലഗ ചാപ്റ്റർ മനസ്സിലായല്ലോ. അപ്പോൾ
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ത്രൂ അറിയിക്കാവുന്നതാണ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ ക്ലാസ്സസ് ഫർദറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.